എനിക്ക് നല്ലൊരു സെക്ഷൽ ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാമിന കിട്ടണമെന്നുണ്ടെങ്കിൽ സമയം കൂടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഡോക്ടറെ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അതേപോലെ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് നല്ല രീതിയിൽ എൻ്റെ വൈഫിനെ തൃപ്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് ചില സമയത്ത് തോന്നുകയാണ് എൻ്റെ ഉദാഹരണം കറക്റ്റ് അല്ലേ, അല്ലെങ്കിൽ സ്ട്രെങ്ത് അങ്ങോട്ട് പോരാ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിക്ക് ഇങ്ങോട്ട് ടൈം ഉണ്ട് പക്ഷേ കുറച്ചും കൂടെ ഇത്തിരിയും കൂടെ ഒന്ന് ലെവലായിരുന്നെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരുന്നേനെ എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പോൾ ബെഡ്റൂമിൽ കയറുന്നതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്താലാണ് നിങ്ങളുടെ സെക്സ് ലൈഫിനെ അടിപൊളിയാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ബേസിക് ആയിട്ട് നോക്കുന്നത്. അപ്പോൾ അതിൽ 4 കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത്. അതിൽ പ്രധാനമായിട്ടും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മൈൻഡ് റിലാക്സേഷൻ ആണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും പാട്ട് കേൾക്കുക, ഒന്ന് മൈൻഡ് സ്ട്രെസ് ഒക്കെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാം, യോഗ ചെയ്യാം. അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങളുടെ മൈൻഡിനെ നല്ല രീതിയിൽ കാം ആക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് നമുക്ക് എന്തായാലും ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ സ്ട്രെസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൂടപ്പിറപ്പായി മാറിയിട്ടുണ്ട്. എന്തായാലും ഒന്നെങ്കിൽ ഫാമിലിയിൽ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സ്ട്രെസ് ഉണ്ടാവും. ഇതെല്ലാം പേറിയിട്ടാണ് നമ്മൾ നമ്മുടെ ബെഡ്റൂമിലേക്ക് വരുന്നത്. അപ്പം അതിൻ്റെ മുന്നേ എങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ നമ്മളുടെ ഈ ഒരു സ്ട്രെസ്സിനെ ഇറക്കി വെച്ചിട്ടില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ഇറിറ്റബിലിറ്റി കൂടിയിട്ടാണ് നമ്മൾ റൂമിലേക്ക് വരുന്നത്. ഇത് നിങ്ങളുടെ ഉദാഹരണത്തിനെ ബാധിക്കാം, നിങ്ങൾ വൈഫും തമ്മിലുള്ള കണക്ഷനെ ബാധിക്കാം. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സെക്സ് ലൈഫിനെ അവിടെ നല്ല രീതിയിൽ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ആ ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരു ടൈം എങ്കിലും മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന എന്തെങ്കിലും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. 2 എന്ന് പറയുന്നത് ലൈറ്റ് എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം. നിങ്ങൾ ബോഡി ഒന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നെങ്കിൽ ചെറിയ സ്ട്രെച്ചസ് ചെയ്യാം, നടക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള എക്സസൈസസ് ചെയ്യാം. അപ്പോൾ ഇതെന്തിനാണ് പ്രത്യേകമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്റ്റാമിന അവിടെ നല്ല രീതിയിൽ കൂട്ടാൻ അത് സഹായിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പാർട്ട്ണറുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് അല്ല നിങ്ങൾ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മടുപ്പാകുക എന്നുള്ളത് നോർമലാണ്. പൊതുവേ നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്, വൈഫുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ എന്ന് ചോദിക്കും. ഡീപ്പറായിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാൻ തുടങ്ങും, എനിക്ക് എന്താണെന്നറിയില്ല, ഒരു മടുപ്പാണ്, ഞങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ ഓക്കെയാണ്, പക്ഷേ അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അവളെ മനസ്സിലാവുന്നില്ല, ഞങ്ങൾ തമ്മിൽ എന്തോ എവിടെയോ ഒരു സ്വരച്ചേർച്ച എപ്പോഴും ഉണ്ട്, ഒന്ന് പറഞ്ഞാൽ അടുത്തതിന് അടിയാണ്, ഞങ്ങൾ പിന്നീട് അത് സോൾവ് ആവുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾക്ക് തമ്മിൽ ആ ഒരു പഴയ ആ ഒരു ബോണ്ടിങ്ങിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം. തീർച്ചയായിട്ടും ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ആ ഒരു ഹണിമൂൺ ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടാകുന്ന ലൈഫല്ല പിന്നീട്. കാരണം നിങ്ങൾ പരസ്പരം ഡിഫറെൻറ്റ് വ്യക്തികളാണ്, അതിൽ ഓരോ വ്യക്തിത്വത്തിനും ഓരോ രീതിയിലുള്ള സ്വഭാവമാണ് എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയും. പക്ഷേ ഈ ഒരു തിരിച്ചറിവിനെ നമ്മൾ എങ്ങനെ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതായത് ചിലപ്പം നല്ല ദേഷ്യമുള്ള ഒരു പങ്കാളിയായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ചിലപ്പം ഭയങ്കര കുട്ടിത്തമുള്ള അല്ലെങ്കിൽ ഭയങ്കര വാശിയുള്ള ഒരു പങ്കാളിയായിരിക്കാം. അപ്പോൾ ഇതിനെങ്ങനെ മാനേജ് ചെയ്യണം, എന്തൊക്കെ രീതിയിലാണ് ഞാൻ നിൽക്കേണ്ടത്, അവൾ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ തമ്മിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വരണം. എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, അപ്പം ഞാൻ ഏതൊക്കെ രീതിയിലാണ് മാറേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടത്, എന്താണ് ഞാനപ്പോൾ ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെ ആവുമ്പം നീ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു രീതിയിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ തമ്മിലൊരു ഡീപ്പർ ബോണ്ട് അവിടെ ബിൽഡ് ചെയ്യുകയാണ്. വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് സന്തോഷത്തോടെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സെക്ഷൽ ലൈഫ് അവിടെ നോർമലൈസ് ചെയ്തത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല എൻജോയബിൾ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതല്ല വീട്ടിലേക്കോ ഇനിയിപ്പോൾ എനിക്ക് വീട്ടിലേക്ക് ചെല്ലണമല്ലോ എന്നുള്ള ആ ഒരു രീതിയിലാണ് നിങ്ങളെ ലൈഫ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈ ടൈം ആയിട്ടുണ്ട് നിങ്ങളുടെ വൈഫും ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ആ ഒരു പ്രശ്നം
അവിടെ സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഒരു അടിപൊളി സെക്ഷൽ ലൈഫിലേക്ക് എത്തിക്കാനും സഹായിക്കും. അപ്പോൾ മെയിനായി പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറയുന്ന ഉദാഹരണക്കുറവ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇല്ലാണ്ടാക്കാനും സമയക്കുറവിന് ഒരു പരിധി വരെ മാനേജ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് സമയം കൂട്ടാൻ വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമയക്കുറവ് എന്ന് പറയുന്ന പ്രശ്നം ശരിക്കും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ടുണ്ടോ? അതിൽ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ആങ്സൈറ്റിയാണ്. അയ്യോ എനിക്ക് ഇനി പറ്റില്ലേ. അപ്പോൾ ചില ആളുകൾ വന്ന് പറയാറുണ്ട്, കല്യാണം കഴിയാത്ത ആളുകൾ വന്ന് പറയാറുണ്ട്, അതായത് കല്യാണത്തിന് മുന്നേ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഞാൻ മാസ്റ്റുബേറ്റ് ചെയ്യുമായിരുന്നു, എനിക്കറിയാം മാസ്റ്റുബേഷൻ എൻ്റെ സമയം കുറയ്ക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്, പക്ഷേ ഇത് ഇനി എൻ്റെ ലൈഫിനെ ബാധിക്കുമോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഞാൻ ഇനി എന്ത് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് നിൽക്കുക, എന്താണ് ഞാൻ ആക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് മെഡിസിന് ചോദിച്ചിട്ട് വരാറുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ആദ്യം കല്യാണം കഴിക്കൂ. നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങൾ ആ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടും. നിങ്ങളൊരു നോർമൽ സെക്ഷൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. കാരണം പൊതുവിലെ ഇതൊരു ടെൻഷനാണ്. ഈ ഒരു ടെൻഷൻ, ഈ ഒരു ആങ്സൈറ്റി അവിടെ നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും പല ആളുകളിലും ഇത് പെട്ടെന്നുള്ള ആ ഒരു സമയക്കുറവിലേക്ക് എത്താറുണ്ട്. അതായത് നിങ്ങൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സെക്സിൽ ഏർപ്പെടുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് സെക്സിൽ ഏർപ്പെടുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുക എന്നുള്ളത് വളരെ നോർമലാണ്. കാരണം നിങ്ങൾ ആ ടൈമിൽ ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അത്രയും ആഗ്രഹിച്ച് നിങ്ങളുടെ ബോഡി തന്നെ അത്രയും ആക്രാന്തം എന്നൊക്കെ പറയുന്നത് നമ്മൾ, അതായത് അത്രയും ആഗ്രഹത്തിലാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു സെൻസിറ്റിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് നോർമലാണ്. അതിൽ നിങ്ങൾ വറീഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇത് ഈ ഒരു വെറീനെസ് നിങ്ങൾ ഇതിപ്പോൾ ഒരിക്കൽ പോയി, അപ്പോൾ പിന്നെയും അയ്യോ ഇനി അടുത്ത തവണ ഇത് പെട്ടെന്ന് പോവോ എന്നുള്ള ആ ഒരു കോൺസ്റ്റൻറ്റ് ആങ്സൈറ്റി നിങ്ങളെ പിന്നാലെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതവിടെ പെട്ടെന്ന് എന്തായാലും ഇത് പെട്ടെന്ന് അവസാനിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതേപോലെ തന്നെ പറയാനുള്ളത് ഈ ഓവർ സെൻസിറ്റിവിറ്റീൻ്റെ കാര്യമാണ്. അതായത് ചില ആളുകൾ പറയാറുണ്ട്, കോണ്ടം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ കോണ്ടം ഇടാതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന്, അതായത് ആ യൂണിക്കകത്ത് പ്രവേശിക്കുന്നതോട് കൂടെ തന്നെ എൻ്റെ സ്ഖലനം പോയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റീൻ്റെ ഒരു പ്രശ്നമാണ് അവരോട് ഫേസ് ചെയ്യുന്നത്. അതേപോലെ ചില ആളുകളിൽ ഹോർമോണൽ ഇഷ്യൂസ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. അതായത് തൈറോയിഡ് കൂടുതലുള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്ട്രേറ്റ് കൂടുതൽ എൻലാർജ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റോമെഗാലി എന്ന് പറയുന്ന BPH നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ വീക്കാണ് എന്ന് പറഞ്ഞിട്ട് പല ആളുകളും വരാറുണ്ട്. അപ്പം ഇങ്ങനത്തെ കേസസിലൊക്കെ നമ്മൾ ഇത് കണ്ടുവരാറുണ്ട്, ഈ ഒരു സമയക്കുറവിൻ്റെ ഇഷ്യൂസ് കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ശീലങ്ങളുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതായത് നിങ്ങൾ പുകവലിക്കാറുണ്ട്, നല്ല രീതിയിൽ മദ്യപിക്കാറുണ്ട്, ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഓവർ രീതിയിൽ വരുമ്പം ഈ ഒരു പ്രശ്നം അവിടെ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. നമ്മൾ പറയുന്ന, എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഞാനൊരു 75% പറയുകയാണെന്നുണ്ടെങ്കിൽ മൈൻഡാണ് അതിൽ ബേസിക് റീസൺ എന്ന് പറയുന്നത്. വേറെ ഒരു കാരണം അവർക്ക് ഉണ്ടാവാറില്ല. ഒരു ദിവസം എന്തോ പെട്ടെന്ന് സംഭവിച്ചു, പിന്നീട് അതെൻ്റെ മനസ്സിലൊരു പേടിയായി മാറി, പിന്നീട് എനിക്കത് നോർമലായിട്ടില്ല. നമ്മൾ ആ ഒരു രീതിയിലേക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് നോർമലായി വരാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ പിടിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 3/4% പ്രശ്നങ്ങൾ അവിടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നിങ്ങളെ മൈൻഡിനെ നിങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 2 എന്ന് പറയുന്നത് നല്ല രീതിയിൽ, ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സസൈസിനെ കുറിച്ച്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുക. ഒരു പരിധി വരെ ഇതിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പറയാനുള്ളതാണ്, നിങ്ങൾ സെക്സിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് സ്ലോ ബ്രീതിങ്ങിന് ട്രൈ ചെയ്യുക. അതായത് പൊതുവേ നിങ്ങൾ ആ ഒരു സെക്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് ബ്രീത്ത് ചെയ്യുക. അതായത് സ്ത്രീകൾ സാധാരണ അങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുക. അവരുടെ ചെസ്റ്റിലേക്കാണ് ലങ്സ്, ഈ ഒരു ചെസ്റ്റ് എൻലാർജ് ആവും, പിന്നെയും അതേപോലെ താഴത്തേക്ക് വരും. അപ്പം നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരെ ശരിക്കും ബ്രീത്ത് ചെയ്യുക, അവരുടെ വയറിലേക്ക്, വയറ് വീർക്കും, വയറ് ചെറുതാവും. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ അവർ ബ്രീത്ത് ചെയ്യാറുള്ളത്. ഇത് നിങ്ങൾ നോർമലി ഒന്ന് ഇരിക്കുന്ന സമയത്ത്, ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതെങ്ങനെയാണെന്നുള്ളത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
സെക്സിൽ ഏർപ്പെടുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്താം. അതായത് നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നത് ചെസ്റ്റിലേക്കല്ല, ഡീപ്പ് ബ്രീത്ത് ചെയ്യുന്നുണ്ട്, വിടുന്നുണ്ട്. ഇത് നിങ്ങൾ ബന്ധപ്പെടുന്ന ടൈമിലും ഇതിലേക്ക് നിങ്ങളെ ബ്രീത്തിങ്ങിനെ കൊണ്ടുവരിക. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ നെർവ്സ് അവിടെ ഓട്ടോമാറ്റിക്കലി റിലാക്സ്ഡ് ആവുകയാണ്. റിലാക്സ് ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ ബോഡീൻ്റെ ആ ഒരു ഓർഗാസം വരാനുള്ള ആ ഒരു പീക്ക് ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കാതെ അതിനെ വീണ്ടും റിലാക്സ് ചെയ്ത് കൊണ്ടുവരാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ഞാൻ പോകുന്നുണ്ട് തോന്നിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അതിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങളെ ബ്രീതിങ് പാറ്റേണിനെ നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് പോവും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എഡ്ജിങ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് മെത്തേഡ് എന്ന് പറയും. നിങ്ങൾ ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങളിന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഒന്ന് പോസ് ചെയ്യുക. നിങ്ങൾ പോസ് ചെയ്യുക, ഒരു 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്സ് ഒന്ന് പോസ് ചെയ്യുക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ഇത് ചില ആളുകൾ പറയാറുണ്ട്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഉദ്ധാരണം നഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ മൈൻഡൊക്കെ ഞാൻ ഡൈവേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഉദ്ധാരണം നഷ്ടപ്പെടുന്നുണ്ട്. അതിലൊരു ബേസിക് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്ട്രെസ് എന്നുള്ളത് അവിടെ ഒരു വലിയ ഫാക്ടറായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ആ ഒരു രക്തോട്ടം അപ്പോഴേക്കും അവിടുന്ന് തിരിച്ച് വലിഞ്ഞു പോരുകയാണ്. അപ്പം നിങ്ങളുടെ എക്സസൈസും ബാക്കിയുള്ള കാര്യങ്ങളും ഇപ്പുറത്ത് നിങ്ങൾ എന്തായാലും സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അപ്പം സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്, റിലാക്സേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പറയാനുള്ള കാര്യമാണ് പൊസിഷൻസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങൾ ഒരേ പൊസിഷനിലാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് ഇത് അവസാനിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രത്യേകിച്ച് പുരുഷൻ മേലെ വരുന്ന പൊസിഷനാണെന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങളാണ് അതിൽ ചാർജ് എടുക്കുന്നത്. പക്ഷെ സ്ത്രീ മേലെ വരുന്ന ഒരു പൊസിഷനാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഒരു പരിധി വരെ ഇതിൽ കൺട്രോൾ വരാറുണ്ട്. കാരണം ആ ഒരു പേസിങ് നിങ്ങളല്ല ചെയ്യുന്നത്. അപ്പം ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ പൊസിഷൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളപ്പം സ്റ്റോപ്പ് ചെയ്യുക, പൊസിഷൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ റിലാക്സ് ചെയ്യാനുള്ളൊരു ടൈമുണ്ട്, നിങ്ങൾക്ക് ബ്രീത് ചെയ്യാനുള്ളൊരു ടൈമുണ്ട്. നിങ്ങളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓർഗാസത്തിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ ബോഡി ഒന്ന് കാമാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ സമയം എന്നുള്ളത് നിങ്ങൾക്കൊരു പ്രശ്നമില്ലാതെ മാറും. അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾ ശ്രദ്ധ വരുത്തുക എന്നുള്ളതാണ്. ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഡേറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഈത്തപ്പഴം കൂട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നാച്ചുറൽ ഷുഗറാണ്. നിങ്ങൾ ആ ഒരു സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറയുന്നത്, ഞാൻ രാവിലെ എന്തായാലും 2 ഈത്തപ്പഴം തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിയിട്ടാണ് കഴിക്കാറ്, അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കഴിക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റാമിന തരാനും അതേപോലെ ആ ഒരു പവർ എന്നുള്ളത് ബിൽഡ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ടർമെലനാണ്. നമ്മളുടെ തണ്ണീർമത്തൻ, വത്തക്ക എന്നൊക്കെ പറയുന്ന സാധനം. അതിൽ സിട്രിലിൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് ശരിക്കും പഠനങ്ങൾ പറയുന്നത് ഈ പറയുന്ന എറൗസൽ മെഡിസിൻസ് ഉണ്ടല്ലോ, അതായത് നമ്മളുടെ വയഗ്ര പോലെയുള്ള മരുന്നിനെ പോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വാട്ടർമെലൺ എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഡയറ്റിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ വാട്ടർമെലൺ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം. അതേപോലെ മൂന്നാമത്തെന്ന് പറയുന്നത് എഗ്ഗാണ്, നമ്മളുടെ മുട്ട. മുട്ടയിൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. അതേപോലെ തന്നെ വൈറ്റമിൻ B6 വളരെ റിച്ച് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കാനും അതേപോലെ നിങ്ങളുടെ ശരീരത്തിലെ ഒരു ഹോർമോണൽ ബാലൻസ് നിലനിർത്താനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാമിന കൂട്ടാനുള്ള മറ്റു കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിലോ നല്ല രീതിയിലുള്ള എക്സസൈസ് എന്ന് പറയുന്നത് ദിവസവും 3/4 മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം. പ്രത്യേകിച്ച് നിങ്ങൾ അബ്ഡോമിനൽ മസിൽസ്, പെൽവിക് ഫ്ലോർ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള എക്സസൈസുകളും നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. കാരണം എന്താണെന്ന് വെച്ചാൽ അബ്ഡോമിനൽ മസിൽസിൽ എന്താ അതിൽ കാര്യം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു ഭാഗത്തുള്ള മസിലിനെ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് തന്നെ നിർബന്ധമായിട്ട് ഉദാഹരണം വേണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ ഉദ്ധരിപ്പിക്കാനുള്ള ഒരു പരിധി വരെ കഴിവ് നിങ്ങൾക്ക് അതിൽ കിട്ടും. അതേപോലെ തന്നെ പിന്നെ പറയാനുള്ളതാണ് ഫുഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മിതപ്പെടുത്തി അതിനെ കുറച്ചു കൊണ്ടുവരിക, പറ്റുകയാണെങ്കിൽ നിർത്തുക. അതേപോലെ നല്ല രീതിയിൽ ഉറങ്ങുക. നമ്മളെടുത്ത് വന്നിട്ടുള്ള എനിക്ക് തോന്നുന്ന ഒരു 25 to 30% ആളുകളിലും ഉറക്കം എന്നുള്ളത് വളരെ വലിയൊരു ഫാക്ടറായിട്ട്, പലപ്പോഴും നൈറ്റ് ഡ്യൂട്ടി മാത്രം ചെയ്യുന്ന ആളുകളിലൊക്കെ ഇത് നല്ല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് രാത്രിയുടെ ഉറക്കം? രാത്രി ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ പകൽ ഉറങ്ങുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാത്രി ഈ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്ററോൺ നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു ഉദാഹരണമൊക്കെ രാവിലെ ഉണ്ടാവുന്ന അതിൻ്റെ ഒരു ബേസിക് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ആ ടൈമിലാണ് ടെസ്റ്റോസ്ട്രോൺ ഏറ്റവും ഹൈ ആയിട്ടുണ്ടാവുന്നത്. അപ്പം ഈ ഒരു ടെസ്റ്റോസ്ട്രോണിൻ്റെ കറക്റ്റ് പ്രൊഡക്ഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ടൈമിൽ ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പം അത് ഉറങ്ങിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഉദാഹരണക്കുറവിലേക്ക് പിന്നീട് അത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മാനസിക ആരോഗ്യത്തെ നിങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്, നല്ല രീതിയിൽ നിങ്ങൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ ഫുഡിൽ കൺട്രോൾ വരുത്തുന്നുണ്ട്, വൈഫുമായിട്ട് നല്ലൊരു കണക്ഷൻ വരുത്തുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവും അതേപോലെ സമയക്കുറവും ഇല്ലാണ്ടാക്കാൻ അത് സഹായിക്കും. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കൊരു മാറ്റമില്ല, എനിക്കിനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സാരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.